പ്രളയഭീതിയിലാണ് പത്തനംതിട്ട. മൂഴിയാർ ഡാം തുറന്നതോടെ പമ്പാ നദിയിൽ ജലനിരപ്പ് ഉയരുകയാണ്. അതീവ ജാഗ്രതയിലാണ് റാന്നി. മാമുക്ക്, ചെട്ടിമുക്ക് ഭാഗങ്ങളിൽ റോഡുകളിലേക്കും വീടുകളിലേക്കും വെള്ളം കയറി. ആറന്മുളയിലും വെള്ളക്കെട്ട് അതീവ രൂക്ഷമാണ്. മാണിയാർ ഡാമിന്റെ ഒരു ഷട്ടർ 15 സെന്റിമീറ്റർ ഉയർത്തിയിട്ടുണ്ട്. പമ്പാ നദിയുടെയും കക്കാട്ടാറിന്റെയും തീരത്ത് താമസിക്കുന്നവർ ജാഗ്രത പാലിക്കണമെന്ന് ജില്ലാ ഭരണകൂടം നിർദ്ദേശിച്ചു. രക്ഷാപ്രവർത്തനത്തിന് കൊല്ലത്തു നിന്നുള്ള മത്സ്യത്തൊഴിലാളികളും പത്തനംതിട്ടയിൽ എത്തിയിരിക്കുകയാണ്. പ്രവീൺ പുരുഷോത്തമനും എ.വി. ജയശങ്കറും വിവരങ്ങളുമായി. പ്രവീൺ, ഇപ്പോൾ മുഖ്യമന്ത്രി മഴക്കെടുതികൾ വിശദീകരിക്കുമ്പോൾ പത്തനംതിട്ട ജില്ല ഒഴികെ ബാക്കിയെല്ലാം നിയന്ത്രണ വിധേയമാണെന്ന് പറയുന്നു. പത്തനംതിട്ടയിൽ സ്ഥിതി ഇന്നലത്തേതിലും മോശമാണോ ഇന്ന്, അതോ അല്പം ഭേദമുണ്ടോ? സ്മൃതി, റവന്യൂ മന്ത്രി എ പി അനിൽകുമാറിന്റെ നേതൃത്വത്തിൽ ഇപ്പോൾ റാന്നി താലൂക്ക് ഓഫീസിൽ ഒരു യോഗം ചേരുന്നുണ്ട്. റവന്യൂ ഡിപ്പാർട്ട്മെന്റിലെ ഉദ്യോഗസ്ഥർ പങ്കെടുക്കുന്നുണ്ട്. ജില്ലയുടെ ചുമതലയുള്ള മന്ത്രി PC വിഷ്ണുനാഥ് പങ്കെടുക്കുന്നുണ്ട്. റാന്നി MLA പഴകുളം മധുവുമുണ്ട്. പ്രധാനമായും പമ്പാ നദിയിൽ ജലനിരപ്പ് ഉയരുകയാണെങ്കിൽ ഇനി എങ്ങനെയായിരിക്കണം പ്രവർത്തനങ്ങൾ, അത് സംബന്ധിച്ച് തീരുമാനിക്കുന്നതിനാണ് ഇപ്പോൾ റവന്യൂ മന്ത്രിയുടെ നേതൃത്വത്തിൽ ഒരു അവലോകന യോഗം ഇവിടെ ചേരുന്നത്. രാവിലെ മൂഴിയാർ ഡാമിന്റെ ഒരു ഷട്ടർ 15 സെന്റിമീറ്റർ തുറന്നിട്ടുണ്ട്. അപ്പോൾ അധിക ജലം ഒഴുക്കിവിടുമ്പോൾ പമ്പാ നദിയിൽ ജലനിരപ്പ് ഉയരാനുള്ള ഒരു സാധ്യതയുണ്ട്. അതിനുള്ള ജാഗ്രതാ നിർദ്ദേശം ഇന്നലെ രാത്രി തന്നെ, അർദ്ധരാത്രിയോടെ തന്നെ ജനങ്ങൾക്ക് നൽകിയിരുന്നു. അതുകൊണ്ട് ജനങ്ങൾ ഇപ്പോൾ ഒരു മുൻകരുതൽ എടുത്തിട്ടുണ്ട്. റാന്നിയിൽ ഇപ്പോൾ മഴ ഒഴിഞ്ഞു നിൽക്കുകയാണ്. പമ്പാ നദിയിൽ ജലനിരപ്പ് ഉയർന്നു തന്നെ നിൽക്കുന്നു. കക്കാട്ടാറിലും ജലനിരപ്പ് ഉയർന്നു നിൽക്കുകയാണ്. നേരത്തെ ഒരു ജാഗ്രതാ നിർദ്ദേശം ലഭിച്ചതിനാൽ വ്യാപാരികളെല്ലാം തന്നെ കടകളിൽ നിന്നും, റാന്നി പട്ടണത്തിലെ കടകളിൽ നിന്നും സാധനങ്ങളൊക്കെ മാറ്റുന്നുണ്ട്. വീടുകളിൽ നിന്നും അപകട സാധ്യതയുള്ള വെള്ളം കയറിയിട്ടുള്ള ഭാഗങ്ങളിൽ നിന്നും വീടുകളിൽ നിന്നും കുടുംബങ്ങളെയൊക്കെ ഇപ്പോൾ വിവിധ ക്യാമ്പുകളിലേക്ക്, മറ്റ് സുരക്ഷിത സ്ഥാനങ്ങളിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഏതായാലും ഇപ്പോൾ റാന്നിയിൽ പമ്പാ നദിയിൽ ജലനിരപ്പ് ഉയർന്നു തന്നെ നിൽക്കുകയാണ്. ഒരുപക്ഷെ മഴ തീവ്രപ്പെടുകയാണെങ്കിൽ കഴിഞ്ഞ ദിവസം ഉണ്ടായതുപോലെ തീരങ്ങളിലേക്ക് വെള്ളം ഇരച്ചു കയറാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഒരു ജാഗ്രതാ നിർദ്ദേശം ഇപ്പോൾ നൽകിയിട്ടുള്ളത്. സ്മൃതി.